ഒരിക്കൽ ഒരു ആറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു യാത്രയിൽ സഹാബികളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്താണ്. അപ്പോൾ പോകുമ്പോൾ ഒരു ആറാബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിനെ ബ്ലോക്ക് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്തു, ആ കടിഞ്ഞാണിൽ കണ്ട് പിടിച്ചു തൂങ്ങി. ആറാബികളല്ലേ, പിടിച്ചു തൂങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ദുല്ലനി അല അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമല് പറഞ്ഞു തരുന്നു. ഇത് യാത്ര പോകുമ്പോഴാണ് ഇയാൾ പിടിച്ചു തൂങ്ങുന്നത്. അപ്പോൾ ആ സഹാബികളൊക്കെ മാലഹു മാലഹു, എന്താ ചങ്ങായിക്ക് പറ്റിയെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരിബും മാലഹു എന്നാണ്. എന്താ, മൂപ്പർക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അരിബുൻ മാ ലഹു, അയാൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അയാളെ ഇടങ്ങേറാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ ചോദിച്ചാൽ റസൂലുള്ളാഹിനോട് ഒരു അമല്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അമൽ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, തഅബുദുല്ലാഹ വതുഖീമുസ്സലാ വതുതിസ്സകാ വതസിലുർ റഹീം വദഇന്നാക. അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തോ, നിസ്കാരം നിർവഹിച്ചോ, സക്കാത്ത് കൊടുത്തോ, അതേപോലെ വതസിലുർ റഹീം കുടുംബ ബന്ധം ചേർത്തിക്കോ. എന്നിട്ട് പറഞ്ഞു ദഇന്നാക, നീ ഒട്ടകത്തെ വിട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെ വിടിച്ചു എന്നാണ്. അപ്പോൾ അവിടെ അരിബും മാലഹു, മൂപ്പർക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള അവിടെ പറഞ്ഞത് അതാണ് മആരിബ് എന്ന് അതിന് വന്നതാണ്. മആരിബ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, വലി എനിക്കുണ്ട് ഫീഹ, ഈ വടിയിൽ മആരിബ് ഉഖ്റ, മറ്റു ചില ആവശ്യങ്ങൾ. സദ് മആരിബ് അല്ലേ, അവിടെ മആരിബ് സ്ഥലമല്ലേ, മആരിബിലെ അണക്കെട്ടാണ്. സദ്ദാണ് അണക്കെട്ട്, മആരിബ് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പേരാണ് സദ് മആരിബ്. തയ്യിബ്, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. അതെന്താണ്? ഒന്ന്, എന്തായിരിക്കും ഈ വടി കൊണ്ടുള്ള മറ്റു ചില ആവശ്യങ്ങൾ? ഇവിടെ ഒന്ന് ഊന്നണ കാര്യം പറഞ്ഞ്, ആടിന് ഇല കൊഴിച്ചു കൊടുക്കുന്ന വിഷയം പറഞ്ഞ്, പിന്നെ വലിയ ഫിയാ മആരിബ് ഉഖ്റ, രണ്ടെണ്ണം ഇങ്ങനെ അദ്ദേഹം വ്യക്തമാക്കി. പിന്നെ കുറച്ച് മൊത്തത്തിലാണ് പറയുക ചെയ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് മാ തിൽക ബിയമീനിക എന്നാണ്. എന്താണ് അതിന് ഇത്ര മതി, ഹിയ അസായ, എൻ്റെ വടിയാണ്. പക്ഷെ അവിടെ നിർത്തിയില്ല. പിന്നെയോ അതവക്കഉ അലൈഹ വ അഹ്ശു ബിഹാ അലാ ഗനമി, പിന്നെ മൊത്തത്തിൽ വലിയ ഫിയാ മആരിബ് ഉഖ്റ എന്ന് പറയുക ചെയ്ത്. അത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് മൂസയോട്? അള്ളാഹ്ക്ക് അറിയില്ലേ, ചോദിക്കേണ്ട കാര്യമുണ്ടോ? വടി കയ്യിൽ എന്താണെന്നുള്ള എന്തിനാണ് ചോദിച്ചത്? അത് രണ്ട് കാര്യം. ഒന്ന്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ആദ്യത്തെ സന്ധിക്കലാണ്, അള്ളാഹുമായിട്ടുള്ള ആദ്യത്തെ സംസാരമാണ്. അപ്പോൾ പിന്നെ അതും എപ്പോൾ ഒരു കുളർമീലല്ല, കുടുംബത്തെയും കൊണ്ട് മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ തണുത്ത അതിശൈത്യ രാത്രി, വഴി തെറ്റി, പിന്നെ രാത്രി ടൈമല്ലേ, അപ്പോൾ ആ ഒരു ഭീതിയിൽ വഴിതെറ്റിയ അവസ്ഥയിലുണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയിലാണ് ഇതിന് തീ കണ്ടിട്ട് ആ വെട്ടത്തിന് നേരെ പോണത്. അവിടെ വെച്ചാണ് പിന്നെ ഞാൻ അള്ളാഹുവാണ് റബ്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഈനാസ്, ഒരു പിന്നെ പേടി മാറിയിട്ട് ഒരു നിർഭയാവസ്ഥയും ഒരു ഇണക്കവും ഉണ്ടാകാനാണ് ഒന്ന്. രണ്ടാമത്തേത് അള്ളാഹു സംസാരിപ്പിക്കണത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു പ്രശ്നമുണ്ട്. അതെന്താ? നാവിൻ്റെ പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വിളിച്ചതും സംസാരിപ്പിച്ചതും മൂസയുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ ഒരു വലിയ ലക്ഷ്യം അപ്പുറത്തുണ്ട്. മൂസ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ട്. അവിടെ പിന്നെ ഫിറോവിൻ്റെ അടുക്കലേക്ക് പോകലും മിസ്റിലെ ജനതയെ ക്ഷണിക്കലൊക്കെ ഉള്ള വിഷയമാണ്. അതിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിയോഗിക്കുന്നത്. മൂസാക്ക് ഒരു പ്രശ്നമുണ്ട്. അതെന്താ? നാവിൻ്റെ പ്രശ്നമാണ്. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പോലെ യൻതലിഖു ലിസാനി, എൻ്റെ നാവ് സ്ഫുടമായിട്ട് സംസാരിക്കൂല, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് അത് അഴിച്ചു തരാൻ പറയുന്നുണ്ട്. അപ്പോൾ സംസാരിപ്പിക്കുന്നത് അതിന് കൂടിയാണ്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംസാരിക്കുവാനുള്ള ആ ഒരു കഴിവ് അത് പിന്നെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് സംസാരിപ്പിക്കുന്നത്. പിന്നെ ഹിയ അസായ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതിൽ ഉണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള ഒരാളോട് നമുക്ക് സംസാരിക്കാൻ വളരെ വ്യഗ്രതയും വെമ്പലുമായിരിക്കും. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹിയ അസായ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനോടുള്ള സംസാരത്തിൽ കുറച്ചുകൂടി ഒരവസരമാകുന്നതിന് വേണ്ടിയിട്ട് അതവക്കഉ അലൈഹ വ അഹ്ശു ബിഹാ അലാ ഗനമി അല്ലേ. പിന്നെ ചിലർ പറയാണ്, അപ്പം മൂസ അലൈഹി സ്വലാമക്ക് തോന്നിയിട്ടുണ്ടാകും ഹിയ അസായ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അതവക്കഉ അലൈഹ വ അഹ്ശു ബിഹാ അലാ ഗനമി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഫിഹാ മആരിബ് ഉഖ്റ, മറ്റു ഹാജത്തുകളൊന്നും ഇതേപോലെ എണ്ണാതെ മൊത്തത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായത് എന്നാണ്. വടി കൊണ്ട് പല ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു ഇടയനാകുമ്പോൾ ഇടയന് വടി കൊണ്ട് പല ധർമ്മങ്ങളുമുണ്ട്. പിന്നെ അത് ഒക്കെയാണ് ഇവിടെ മൊത്തത്തിൽ ഉദ്ദേശം.